ഷാനവാസിന് ബിഗ് ബോസ് ഒരു പണി കൊടുത്തു കേട്ടാ. എനിക്കിന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാൽ കുമ്പസാരിക്കണം. വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെ അവകാശം തന്നെയാണ്. പിന്നെ ഇതാരും അറിയരുത്. ഇത് ഈ കൂടുതൽ ഇനി ആരറിയാൻ? മറ്റൊന്നുമല്ല, ഇപ്പൊ ലൈവിൽ നടന്നൊരു സംഭവമാണ്. നമ്മുടെ തലയിലെടുത്ത് തൂത്താ പോവോ? ജിസേല് എല്ലാരിടത്തും ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ടൊക്കെയാണ്. നിങ്ങളല്ലേ? അയ്യോ, അതിന് ഇയാളെന്തിനാ ഞെട്ടുന്നത്? ഞെട്ടാൻ പിന്നെ വേറെ കൂലിക്ക് ആളെ വിളിക്കണോ? ആരാണ് ഈ വസ്ത്രധാരണത്തെ കുറിച്ച് നോമിനേറ്റ് ചെയ്തത്? ആരടാ അത്? ഓഹോ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ? ഇവിടെ ആരോ അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ലൈവില് സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് ഫൈനലായിട്ട് ഏതൊക്കെ കണ്ടസ്റ്റൻസ് ആണ് നോമിനേറ്റ് ആയത് എന്ന കാര്യത്തെ കുറിച്ച് മിണ്ടില്ല. കുഴപ്പമായി തോന്നുന്നത്. ബിഗ് ബോസ് ഈ നോമിനേഷൻ വിളിച്ചു പറഞ്ഞ സമയത്ത് പിന്നെ ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിക്കരുത്. മാനിപ്പുലേഷൻ ചെയ്യുന്നു, വസ്ത്രധാരണം ശരിയല്ല, എക്സെട്രാ എക്സെട്രാ കാരണങ്ങളാൽ നോമിനേറ്റ് ആയ ആള് എന്നായിരിക്കണം പറഞ്ഞിരിക്കുക. ആകെ കുളമായി. പിന്നെ കുളത്തിൽ വീണോ? ഇതിലും ഭേദം കുളത്തിൽ വീഴുന്നതായിരുന്നു. കുറച്ച് മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന ഒരാൾ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ജിസേലാണ്. എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് മനസ്സിലായി സ്വഭാവം ഞാൻ കാണിച്ചു തരാം. ഓ, കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുകയാണല്ലേ. അവരെ ആരോ ഒരാള് ഈ വസ്ത്രധാരണത്തിന്റെ കാര്യം പറഞ്ഞ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ എനിക്കങ്ങ് ചൊറിഞ്ഞു കയറി വന്നതാ. പിന്നെ ഞാൻ എന്തെങ്കിലും തറുതല പറഞ്ഞ കൊച്ചമ്മയ്ക്കല്ലയോ അതിന്റെ നാണക്കേട്. അക്ബറിന്റെ അടുത്തും അതുപോലെ എല്ലാരടുത്തും അവരിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാണ്. ആകപ്പാടെ കുഴപ്പമായല്ലോ ഈശ്വര. അപ്പൊ ഷാനവാസ് ആണെന്നെങ്ങാനും ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ശിവനെ, വിമൺ കണ്ടസ്റ്റൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജിസേൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിർത്ത്. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. എന്താടാ നിനക്ക് പേടിയായോ? പേടിയാ? മിണി പുളിക്കും, പേടിക്കും, ദൈവന്മാര് പേടിക്കും. മിക്കവാറും വീക്കെൻഡില് ഇത് ചിലപ്പോ എടുത്ത് കാണിച്ചു കൊടുക്കും ഇവര് തമ്മിൽ അടിക്കാൻ വേണ്ടി. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഷാനവാസ് നോമിനേറ്റ് ചെയ്ത കാര്യം എങ്ങാനും എടുത്ത് കാണിച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ തീർന്നു. ഇനി നീ എങ്ങാനും സത്യത്തിൽ ഷാനവാസ് കാണിച്ചത് ഒരു മണ്ടത്തരമാണ്.